ശാന്തി 4-11-20 ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ സദാ ഓർമ്മയുടെ തൂക്കുകയറിൽ തൂങ്ങിക്കിടക്കണം. ഓർമ്മയിലൂടെ തന്നെയാണ് ആത്മാവ് സത്യമായ സ്വർണമാകുന്നത്. ചോദ്യം: ഏതൊരു ബലം ക്രിമിനൽ കണ്ണുകളെ ഉടൻ തന്നെ പരിവർത്തനപ്പെടുത്തുന്നു? ഉത്തരം: ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രത്തിൻ്റെ ബലം എപ്പോൾ ആത്മാവിൽ വന്നു ചേരുന്നു, അപ്പോൾ ക്രിമിനൽ അവസ്ഥ സമാപ്തമാകുന്നു. ബാബയുടെ ശ്രീമത്താണ്, കുട്ടികളെ, നിങ്ങളെല്ലാവരും പരസ്പരം സഹോദരന്മാരും സഹോദരന്മാരുമാണ്. നിങ്ങളുടെ കണ്ണുകൾ ഒരിക്കലും ക്രിമിനൽ ആവുക സാധ്യമല്ല. നിങ്ങൾ സദാ ഓർമ്മയുടെ ലഹരിയിലിരിക്കൂ. ആഹാ ഭാഗ്യം, ആഹാ! നമ്മെ ഭഗവാൻ പഠിപ്പിക്കുന്നു. ഇങ്ങനെ ചിന്തിക്കൂ, അപ്പോൾ ലഹരി കയറിയിരിക്കും. ഓം ശാന്തി. മധുരമായ ആത്മീയ കുട്ടികൾക്ക് ആത്മീയ പിതാവ് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികൾക്കറിയാം, ആത്മീയ പിതാവും ആത്മാവ് തന്നെയാണ്. ആ ഒന്ന് പെർഫെക്റ്റ് ആണ്. അതിൽ യാതൊരു തുരുമ്പും പിടിച്ചിട്ടില്ല. ശിവബാബ പറയും, എന്നിൽ തുരുമ്പുണ്ടോ? തീർത്തും ഇല്ല. ഈ ദാദയിലാണെങ്കിൽ പൂർണ്ണമായും തുരുമ്പുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൽ ബാബ പ്രവേശിച്ചു. അപ്പോൾ സഹായവും ലഭിക്കുന്നു. മുഖ്യ കാര്യമാണ് 5 വികാരങ്ങൾ കാരണം ആത്മാവിൽ തുരുമ്പ് കയറുന്നതിലൂടെ അപവിത്രമായി. അതിനാൽ എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നോ തുരുമ്പ് മാറിക്കൊണ്ടിരിക്കും. ഭക്തി മാർഗത്തിലെ കഥകൾ ജന്മജന്മാന്തരങ്ങളായി കേട്ടുവന്നു. ഈ കാര്യം തന്നെ വേറിട്ടതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ജ്ഞാനസാഗരനിൽ നിന്നും ജ്ഞാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ബുദ്ധിയിൽ എയിം ഓബ്ജക്റ്റ് ഉണ്ട്. മറ്റൊരു സത്സംഗത്തിലും എയിം ഓബ്ജക്റ്റ് ഇല്ല. ഈശ്വരൻ സർവവ്യാപിയാണ് എന്ന് പറഞ്ഞ് എന്നെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു ഡ്രാമ പ്ലാൻ അനുസരിച്ച്. മനുഷ്യർ ഇത് ഡ്രാമയാണ് എന്നതും മനസ്സിലാക്കുന്നില്ല. ഇതിൽ ക്രിയേറ്റർ, ഡയറക്ടർ ഡ്രാമയ്ക്ക് വശംവദനാണ്. സർവശക്തിമാൻ എന്ന് പാടപ്പെടുന്നു. പക്ഷേ നിങ്ങൾക്കറിയാം, ആ ഒന്നും ഡ്രാമയുടെ പാളത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ബാബ സ്വയം വന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. പറയുന്നു, എൻ്റെ ആത്മാവിൽ അവിനാശിയായി പാർട്ട് അടങ്ങിയിട്ടുണ്ട്. അതനുസരിച്ച് പഠിപ്പിക്കുന്നു. എന്തെല്ലാം മനസ്സിലാക്കിക്കുന്നോ അത് ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ പുരുഷോത്തമം ആകേണ്ടതുണ്ട്. ഭഗവാനുവാച ആണല്ലോ. ബാബ പറയുന്നു, കുട്ടികളായ നിങ്ങൾക്ക് പുരുഷാർത്ഥം ചെയ്ത് ഈ ലക്ഷ്മി നാരായണൻ ആകണം. നിങ്ങൾക്ക് വിശ്വത്തിൻ്റെ അധികാരിയാകണം എന്ന് ഒരു മനുഷ്യനും പറയുക സാധ്യമല്ല. നിങ്ങൾക്കറിയാം, നമ്മൾ വന്നിരിക്കുന്നത് തന്നെ വിശ്വത്തിൻ്റെ അധികാരി നരനിൽ നിന്നും നാരായണൻ ആകുന്നതിനാണ്. ഭക്തിമാർഗത്തിലാണെങ്കിൽ ജന്മജന്മാന്തരങ്ങളായി കഥകൾ കേട്ടു വന്നിരുന്നു. യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മനസ്സിലാക്കുന്നു, തീർച്ചയായും ഈ ലക്ഷ്മി നാരായണൻ്റെ രാജ്യം സ്വർഗത്തിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. ത്രിമൂർത്തിയെക്കുറിച്ചും കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. ബ്രഹ്മാവിലൂടെ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന നടക്കുന്നു. സത്യയുഗത്തിൽ ഒരു ധർമ്മമായിരുന്നു, മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ ധർമ്മമില്ല, വീണ്ടും സ്ഥാപിതം ആയിക്കൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ കൽപ്പകൽപ്പങ്ങളിലെ സംഗമയുഗത്തിൽ വന്ന് കുട്ടികളായി നിങ്ങളെ പഠിപ്പിക്കുന്നു. ഇത് പാഠശാലയാണല്ലോ. ഇവിടെ കുട്ടികൾക്ക് ക്യാരക്ടറും നല്ലതാക്കേണ്ടതുണ്ട്. 5 വികാരങ്ങളെ മാറ്റണം. നിങ്ങൾ തന്നെയാണ് ദേവതമാരുടെ മുന്നിൽ പോയി പാടിയിരുന്നത്, താങ്കൾ സർവഗുണ സമ്പന്നമാണ്, നമ്മൾ പാപിയാണ് എന്ന്.
ഭാരതവാസികൾ തന്നെയാണ് ദേവതയായിരുന്നത്. സത്യയുഗത്തിൽ ഈ ലക്ഷ്മി നാരായണൻ പൂജ്യനായിരുന്നു. പിന്നെ കലിയുഗത്തിൽ പൂജാരിയായി. ഇപ്പോൾ വീണ്ടും പൂജ്യനായിക്കൊണ്ടിരിക്കുന്നു. പൂജ്യ സതോപ്രധാന ആത്മാക്കളായിരുന്നു. അവരുടെ ശരീരവും സതോപ്രധാനമായിരുന്നു. ഏതുപോലെയാണോ ആത്മാവ്, അതുപോലെ തന്നെ ആഭരണം. സ്വർണത്തിൽ കലർപ്പ് ചേരുമ്പോൾ അതിൻ്റെ മൂല്യം എത്ര കുറഞ്ഞു പോകുന്നു. നിങ്ങളുടെയും മൂല്യം വളരെ ഉയർന്നതായിരുന്നു. ഇപ്പോൾ എത്ര കുറഞ്ഞ മൂല്യമുള്ളവർ ആയിരിക്കുന്നു. നിങ്ങൾ പൂജ്യരായിരുന്നു, ഇപ്പോൾ പൂജാരിയായിരിക്കുന്നു. ഇപ്പോൾ എത്രത്തോളം യോഗത്തിലിരിക്കുന്നു, അത്രത്തോളം തുരുമ്പ് മാറും. ബാബയോട് സ്നേഹവും ഉണ്ടാകും, സന്തോഷത്തിലും ഇരിക്കും. ബാബ സ്പഷ്ടമായി പറയുന്നു, കുട്ടികളെ ചാർട്ട് വയ്ക്കൂ. മുഴുവൻ ദിവസത്തിലും നമ്മൾ എത്ര സമയം ഓർമ്മിക്കുന്നു. ഓർമ്മയുടെ യാത്ര, ഈ വാക്ക് റൈറ്റാണ്. ഓർമ്മിച്ച് തുരുമ്പ് മാറി മാറി അന്ത്മതി സോഗതി ഉണ്ടാകും. ആ വഴികാട്ടികളാണെങ്കിൽ യാത്രയെ നയിച്ചു കൊണ്ടുപോകുന്നു. ഇവിടെയാണെങ്കിൽ ആത്മാവ് സ്വയം യാത്ര ചെയ്യുന്നു. തൻ്റെ പരമധാമത്തിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം ഡ്രാമയുടെ ചക്രം ഇപ്പോൾ പൂർത്തിയാകുന്നു. ഇത് വളരെ മോശമായ ലോകമാണ് എന്നും നിങ്ങൾ അറിയുന്നുണ്ട്. പരമാത്മാവിനെ ആരും തന്നെ അറിയുന്നില്ല, അറിയുകയുമില്ല. അതിനാൽ പറയുന്നു വിനാശകാലെ വിപരീത ബുദ്ധി എന്ന്. അവരെ സംബന്ധിച്ച് ഈ നരകം തന്നെ സ്വർഗത്തിന് സമാനമാണ്. അവരുടെ ബുദ്ധിയിൽ ഈ കാര്യങ്ങൾ ഇരിക്കുക സാധ്യമല്ല. കുട്ടികളായ നിങ്ങൾക്ക് ഇതെല്ലാം വിചാരസാഗര മഥനം ചെയ്യുന്നതിനായി വളരെയധികം ഏകാന്തത ആവശ്യമാണ്. ഇവിടെയാണെങ്കിൽ വളരെ നല്ല ഏകാന്തതയുണ്ട്. അതിനാൽ മധുബന് മഹിമയുണ്ട്. കുട്ടികൾക്ക് വളരെയധികം സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ ജീവാത്മാക്കളെ പരമാത്മാവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കൽപ്പത്തിലും ഇങ്ങനെ പഠിപ്പിച്ചിരുന്നു. കൃഷ്ണന്റെ കാര്യമല്ല. കൃഷ്ണനാണെങ്കിൽ ചെറിയ കുട്ടിയായിരുന്നു. അത് ആത്മാവ്, ഇത് പരമാത്മാവ്. വളരെയധികം ജന്മങ്ങളുടെ അന്തിമ ജന്മത്തിൽ പേര് മറ്റൊന്നായിരിക്കുമല്ലോ. പറയുന്നു, ഇത് ദാദാ ലേഖരാജാണ്. ഇത് വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലെ ജന്മമാണ്. ബാബ പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ച് രാജയോഗം നിങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ബാബ ആരിലെങ്കിലും വരുമല്ലോ. ശാസ്ത്രങ്ങളിൽ ഈ കാര്യങ്ങളേ ഇല്ല. ബാബ കുട്ടികളായി നിങ്ങളെ പഠിപ്പിക്കുന്നു, നിങ്ങൾ തന്നെ പഠിക്കുന്നു. പിന്നെ സത്യയുഗത്തിൽ ഈ ജ്ഞാനം ഉണ്ടായിരിക്കില്ല. അവിടെയുള്ളത് പ്രാപ്തിയാണ്. ബാബ സംഗമത്തിൽ വന്ന് ഈ നോളജ് കേൾപ്പിക്കുന്നു. പിന്നെ നിങ്ങൾ പദവി നേടുന്നു. ഈ സമയം തന്നെ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് നേടുവാനുള്ളതാണ്. അതിനാൽ കുട്ടികൾ അലംഭാവം കാണിക്കുവാൻ പാടില്ല. മായ വളരെയധികം അലംഭാവം കാണിപ്പിക്കുന്നു. പിന്നെ അവരുടെ ഭാഗ്യത്തിലില്ല എന്ന് മനസ്സിലാക്കുന്നു. ബാബ പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുന്നു. ഭാഗ്യത്തിൽ എത്ര വ്യത്യാസമുണ്ടാകുന്നു. ചിലർ പാസ്സാകുന്നു, ചിലർ തോൽക്കുന്നു. ഡബിൾ കിരീടധാരി ആകുന്നതിനായി പുരുഷാർത്ഥം ചെയ്യേണ്ടി വരും. ബാബ പറയുന്നു, ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊള്ളൂ. ലൗകിക പിതാവിൻ്റെ കടവും കുട്ടികൾക്ക് ഇറക്കി വയ്ക്കണം. ലോഫുള്ളായി നടക്കണം. ഇവിടെയാണെങ്കിൽ എല്ലാം നിയമവിരുദ്ധമാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ തന്നെ ഇത്രയും ഉയർന്നതും പവിത്രവുമായിരുന്നു. പിന്നെ വീണുകൊണ്ടിരുന്നു. ഇപ്പോൾ വീണ്ടും പവിത്രമാകേണ്ടതുണ്ട്. പ്രജാപിത ബ്രഹ്മാവിൻ്റെ കുട്ടികൾ എല്ലാവരും BK ആണ്. അപ്പോൾ ക്രിമിനൽ ദൃഷ്ടി ഉണ്ടാവുക സാധ്യമല്ല. കാരണം നിങ്ങൾ സഹോദരങ്ങളായല്ലോ. ബാബ ഈ യുക്തി പറഞ്ഞു തരുന്നു. നിങ്ങളെല്ലാവരും ബാബ ബാബ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സഹോദരങ്ങളായി.
ഭഗവാനെ എല്ലാവരും ബാബ എന്ന് പറയുന്നുവല്ലോ. ആത്മാക്കൾ പറയുന്നു നമ്മൾ ശിവ് ബാബയുടെ കുട്ടികളാണ്. പിന്നെ ശരീരത്തിലായിരിക്കുമ്പോൾ സഹോദരി സഹോദരനായി. പിന്നെ നമുക്ക് ക്രിമിനൽ ദൃഷ്ടി എന്തിനുണ്ടാകണം? നിങ്ങൾക്ക് വലിയ വലിയ സഭയിൽ ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. നിങ്ങളെല്ലാവരും സഹോദരങ്ങളാണ്. പിന്നെ പ്രജാപിത ബ്രഹ്മാവിലൂടെ രചന രചിക്കപ്പെട്ടു. അപ്പോൾ സഹോദരി സഹോദരനായി. മറ്റൊരു സംബന്ധവുമില്ല. നാം ഏവരും ഒരു ബാബയുടെ കുട്ടികളാണ്. ഒരു ബാബയുടെ കുട്ടികൾക്ക് പിന്നെ എങ്ങനെ വികാരത്തിൽ പോകുവാൻ സാധിക്കും? സഹോദരന്മാരുമാണ്, സഹോദരി സഹോദരനുമാണ്. ബാബ മനസ്സിലാക്കിച്ചു തന്നു, ഈ കണ്ണുകൾ വളരെയധികം ചതിക്കുന്ന ഒന്നാണ്. കണ്ണുകൾ നല്ലൊരു വസ്തു കാണുമ്പോൾ ആഗ്രഹമുണ്ടാകുന്നു. അഥവാ കണ്ണുകൾ കണ്ടില്ല എങ്കിൽ തൃഷ്ണയും വരികയില്ല. ഈ ക്രിമിനൽ കണ്ണുകളെ പരിവർത്തനപ്പെടുത്തേണ്ടി വരും. സഹോദരി സഹോദരന്മാർക്ക് വികാരത്തിലേക്ക് പോകുവാൻ സാധിക്കില്ല. ഈ ദൃഷ്ടി മാറ്റണം. ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രത്തിൻ്റെ ബലം ആവശ്യമാണ്. പകുതി കൽപ്പം ഈ കണ്ണുകളിലൂടെ കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ ബാബ പറയുന്നു, ഈ മുഴുവൻ തുരുമ്പും എങ്ങനെ മാറും? നമ്മൾ ആത്മാക്കൾ പവിത്രമായിരുന്നു, അതിൽ തുരുമ്പ് പിടിച്ചു. എത്രത്തോളം ബാബയെ ഓർമ്മിക്കുമോ അത്രയും ബാബയോട് സ്നേഹം യോജിക്കും. പഠനത്തിലൂടെയല്ല, ഓർമ്മയിലൂടെയാണ് സ്നേഹം യോജിക്കുന്നത്. ഭാരതത്തിൻ്റെ പ്രാചീന യോഗമാണ്. അതിലൂടെ ആത്മാവ് പവിത്രമായി തൻ്റെ ധാമത്തിലേക്ക് പോകും. എല്ലാ സഹോദരങ്ങൾക്കും തൻ്റെ പിതാവിൻ്റെ പരിചയം കൊടുക്കണം. സർവവ്യാപിയുടെ ജ്ഞാനത്തിലൂടെ പൂർണ്ണമായും ശക്തമായി വീണുപോയി. ഇപ്പോൾ ബാബ പറയുന്നു, ഡ്രാമ അനുസരിച്ച് നിങ്ങളുടെ പാർട്ടാണ്. രാജധാനി തീർച്ചയായും സ്ഥാപിതമാകണം. എത്രത്തോളം കഴിഞ്ഞ കൽപ്പത്തിൽ പുരുഷാർത്ഥം ചെയ്തോ അത്രയും തന്നെയായിരിക്കും തീർച്ചയായും അവർ ചെയ്യുക. നിങ്ങൾ സാക്ഷിയായി കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ എക്സിബിഷനെ മറ്റും വളരെ പേർ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങളുടേത് ഈശ്വരീയ മിഷനാണ്. ഇതാണ് ഇൻകോർപ്പറിയൽ ഗോഡ് ഫാദർലി മിഷൻ. അത് ക്രിസ്ത്യൻ മിഷനും ബൗദ്ധ മിഷനുമാണ്. ഇതാണ് ഇൻകോർപ്പറിയൽ ഈശ്വരീയ മിഷൻ. നിരാകാരൻ തീർച്ചയായും ഒരു ശരീരത്തിൽ വരുമല്ലോ. നിരാകാര ആത്മാക്കളായ നിങ്ങളും എൻ്റെ കൂടെ വസിക്കുന്നവരായിരുന്നല്ലോ. ഈ ഡ്രാമ എങ്ങനെയുള്ളതാണ്? ഇത് ആരുടെയും ബുദ്ധിയിലില്ല. രാവണ രാജ്യത്തിൽ എല്ലാവരും വിപരീത ബുദ്ധി ആയിരിക്കുന്നു. ഇപ്പോൾ ബാബയോട് പ്രീതി വയ്ക്കണം. നിങ്ങളുടെ വാഗ്ദാനമാണ്, എൻ്റേത് ഒന്ന്, രണ്ടാമതായി ആരുമില്ല. നഷ്ടമോഹ ആകണം. വലിയ പ്രയത്നമുണ്ട്. തൂക്കുകയറിൽ തൂങ്ങിക്കിടക്കുന്നത് പോലെയാണ്. ബാബയെ ഓർമ്മിക്കുക എന്നാൽ തൂക്കുകയറിൽ തൂങ്ങിക്കിടക്കുക. ശരീരത്തെ മറന്ന് ആത്മാവിന് ബാബയുടെ ഓർമ്മയിൽ പോകേണ്ടതുണ്ട്. ബാബയുടെ ഓർമ്മ വളരെ ആവശ്യമാണ്. ഇല്ലെങ്കിൽ തുരുമ്പ് എങ്ങനെ മാറും? കുട്ടികളുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. ശിവ് ബാബയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ പറയും, ഇവരെന്താണ് പറയുന്നത്? കാരണം അവർ കൃഷ്ണനെയാണ് ഭഗവാനായി മനസ്സിലാക്കുന്നത്. കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ വളരെയധികം സന്തോഷമുണ്ടാകുന്നു. ഇപ്പോൾ നമ്മൾ കൃഷ്ണന്റെ രാജധാനിയിലേക്ക് പോകുന്നു. നമുക്കും പ്രിൻസസ് ആകുവാൻ സാധിക്കും. കൃഷ്ണനാണ് ഫസ്റ്റ് പ്രിൻസ്. പുതിയ കെട്ടിടത്തിൽ കഴിയുന്നു. പിന്നീട് ഏതെല്ലാം കുട്ടികൾ ജന്മമെടുക്കുന്നോ അവർ വൈകിയല്ലേ വന്നത്. ജന്മം സ്വർഗത്തിൽ തന്നെ ഉണ്ടാകും. നിങ്ങൾക്കും സ്വർഗത്തിൽ പ്രിൻസ് ആകാൻ സാധിക്കും. എല്ലാവരും ആദ്യ നമ്പറിൽ വരികയില്ല. നമ്പർ വാറായി മാല തയ്യാറാകുന്നുവല്ലോ. ബാബ പറയുന്നു, കുട്ടികളെ നന്നായി പുരുഷാർത്ഥം ചെയ്യൂ. ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്നത്
നരനിൽ നിന്നും നാരായണനാകുവാനാണ്. കഥയും സത്യനാരായണൻ്റേതാണ്. സത്യലക്ഷ്മിയുടെ കഥ എന്നൊരിക്കലും കേട്ടിട്ടുണ്ടാകില്ല. സ്നേഹവും എല്ലാവർക്കും കൃഷ്ണനോടാണ്. കൃഷ്ണനെ തന്നെയാണ് ഊഞ്ഞാലിലാട്ടുന്നത്. രാധയെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഡ്രാമ പ്ലാൻ അനുസരിച്ച് കൃഷ്ണന്റെ പേരാണ് പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ അതേ വിഭാഗത്തിലുള്ളതാണ് രാധ. എന്നിട്ടും സ്നേഹം കൃഷ്ണനോടാണ്. ഡ്രാമയിൽ ആ ഒന്നിൻ്റെ പാർട്ടും ഇങ്ങനെയാണ്. കുട്ടികൾ എല്ലായ്പ്പോഴും പ്രിയമായി തോന്നുന്നു. അച്ഛൻ കുട്ടികളെ കണ്ട് എത്ര സന്തോഷിക്കുന്നു. ആൺകുട്ടി വരികയാണെങ്കിൽ സന്തോഷമുണ്ടാകും. പെൺകുട്ടി വരികയാണെങ്കിൽ ഉറക്കം തൂങ്ങും. ചിലരാണെങ്കിൽ കൊല്ലുകയും ചെയ്യുന്നു. രാവണന്റെ രാജ്യത്തിൽ ക്യാരക്ടേഴ്സിൽ എത്ര വ്യത്യാസമുണ്ടാകുന്നു. പാടുന്നുമുണ്ട്, താങ്കൾ സർവഗുണ സമ്പന്നമാണ്, നമ്മൾ നിർഗുണമാണ്. ഇപ്പോൾ ബാബ പറയുന്നു, വീണ്ടും ഇങ്ങനെ ഗുണവാനാകൂ. ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ അനേകം തവണ ഈ വിശ്വത്തിൻ്റെ അധികാരിയായിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ആകണം. കുട്ടികൾക്ക് വളരെയധികം സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. ആഹാ, ശിവ് ബാബ നമ്മളെ പഠിപ്പിക്കുന്നു. ഇതിരുന്ന് ചിന്തിക്കൂ. ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നു. ആഹാ ഭാഗ്യം, ആഹാ. ഇങ്ങനെ വിചാരിച്ച് ലഹരി പിടിച്ചവരാകണം. ആഹാ ഭാഗ്യം, ആഹാ. പരിധിയില്ലാത്ത ബാബയെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. നമ്മൾ ബാബയെ തന്നെ ഓർമ്മിക്കുന്നു. പവിത്രത ധാരണ ചെയ്യണം. നമ്മൾ ഇതാകുന്നു. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുന്നു. ഇതും മന്മനാഭവ ആണല്ലോ. ബാബ നമ്മളെ ഇതാക്കി മാറ്റുന്നു. ഇതാണെങ്കിൽ പ്രാക്ടിക്കൽ അനുഭവത്തിൻ്റെ കാര്യമാണ്. ബാബ മധുരമധുരമായ കുട്ടികൾക്ക് നിർദ്ദേശം നൽകുന്നു. ചാർട്ട് എഴുതൂ. ഏകാന്തതയിലിരുന്ന് ഇങ്ങനെ സ്വയം തന്നോട് തന്നെ സംസാരിക്കൂ. ഈ ബാഡ്ജ് നെഞ്ചിലണിയണം. ഭഗവാന്റെ ശ്രീമതനുസരിച്ച് നമ്മൾ ഇതായിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് ആ ഒന്നിനെ സ്നേഹിച്ചു കൊണ്ടിരിക്കൂ. ബാബയുടെ ഓർമ്മയിലൂടെ നമ്മൾ ഇതാകുന്നു. ബാബ അങ്ങയുടെ അത്ഭുതം തന്നെ. ബാബ നമ്മളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കും എന്ന് മുൻപ് നമുക്ക് അറിയില്ലായിരുന്നു. നൗദ ഭക്തിയിൽ ദർശനത്തിനു വേണ്ടി കഴുത്ത് മുറിക്കുവാനും പ്രാണൻ ത്യജിക്കുവാനും തുടങ്ങുന്നു. അപ്പോൾ ദർശനമുണ്ടാകുന്നു. ഇങ്ങനെയുള്ളവരുടേത് തന്നെയാണ് ഭക്തമാല ആയിരിക്കുന്നത്. ഭക്തർക്കും മാന്യതയുണ്ട്. കലിയുഗത്തിലെ ഭക്തൻ ചക്രവർത്തിയെ പോലെയാണ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് പരിധിയില്ലാത്ത ബാബയോട് പ്രീതിയാണ്. ഒരു ബാബയെ അല്ലാതെ മറ്റാരുടെയും ഓർമ്മയുണ്ടായിരിക്കരുത്. പൂർണ്ണമായും ലൈൻ ക്ലിയർ ആയിരിക്കണം. ഇപ്പോൾ നമ്മുടെ 84 ജന്മങ്ങൾ പൂർത്തിയായി. ഇപ്പോൾ നമ്മൾ ബാബയുടെ ആജ്ഞ അനുസരിച്ച് പൂർണ്ണമായും നടക്കും. കാമം മഹാശത്രുവാണ്. അതിനോട് തോറ്റുപോകരുത്. തോറ്റ ശേഷം പിന്നെ പശ്ചാത്തപിച്ചിട്ട് എന്ത് ചെയ്യുവാനാണ്? പൂർണ്ണമായും എല്ലുകൾ പൊട്ടിപ്പോകുന്നു. വളരെ കടുത്ത ശിക്ഷ ലഭിക്കുന്നു. തുരുമ്പ് മാറുന്നതിന് പകരം കൂടുതൽ ശക്തമായി തുരുമ്പ് പിടിക്കുന്നു. യോഗം ഉണ്ടാവുകയേയില്ല. ഓർമ്മയിലിരിക്കുക എന്നത് വലിയ പ്രയത്നമുള്ളതാണ്. വളരെ പേർ വീരവാദം പറയുന്നു, നമ്മൾ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നുണ്ട് എന്ന്. ബാബയ്ക്കറിയാം ഇരിക്കുവാൻ സാധിക്കില്ല. ഇതിൽ മായയുടെ വലിയ കൊടുങ്കാറ്റ് വരുന്നു. സ്വപ്നങ്ങളും മറ്റും അങ്ങനെയുള്ളത് വരും. പൂർണ്ണമായും ശല്യം ചെയ്യും. ജ്ഞാനമാണെങ്കിൽ വളരെ സഹജമാണ്. ചെറിയ കുട്ടി പോലും മനസ്സിലാക്കിയെടുക്കും. ബാക്കി ഓർമ്മയുടെ യാത്രയിൽ തന്നെയാണ് വലിയ പ്രശ്നമുള്ളത്. നമ്മൾ വളരെയധികം സർവീസ് ചെയ്യുന്നുണ്ട് എന്ന് സന്തോഷിക്കരുത്. തൻ്റെ ഗുപ്തമായ സർവീസ് ഓർമ്മയുടേത് ചെയ്തുകൊണ്ടിരിക്കൂ. ഈ ഒന്നിന് ലഹരി ഉണ്ടായിരിക്കുന്നു. ഞാൻ ശിവ് ബാബയുടെ കുട്ടിയാണ്, ഏകമാണ്. ബാബ വിശ്വത്തിൻ്റെ രചയിതാവാണ്. അപ്പോൾ തീർച്ചയായും നമ്മളെയും സ്വർഗത്തിൻ്റെ അധികാരിയാക്കും. പ്രിൻസ് ആകാൻ പോകുന്നവരാണ്
എന്ന ആന്തരിക സന്തോഷം ഉണ്ടായിരിക്കണം. എന്നാൽ എത്രത്തോളം കുട്ടികളായ നിങ്ങൾക്ക് ഓർമ്മയിലിരിക്കുവാൻ സാധിക്കുമോ അത്രയും എനിക്ക് സാധിക്കില്ല. അതായത് ബ്രഹ്മബാബയ്ക്ക്. ബാബയ്ക്കാണെങ്കിൽ വളരെയധികം ചിന്തിക്കേണ്ടി വരുന്നു. കുട്ടികൾക്ക് ഒരിക്കലും ഈർഷ്യയും ഉണ്ടാകുവാൻ പാടില്ല. ബാബ വലിയ വ്യക്തികളെ എന്തുകൊണ്ട് സൽക്കരിക്കുന്നു എന്ന കാര്യത്തിൽ ബാബ ഓരോ കുട്ടിയുടെയും നാടി നോക്കി അവരുടെ മംഗളാർത്ഥം ഓരോരുത്തരെയും അതിനനുസരിച്ച് നടത്തിക്കുന്നു. ഓരോ സ്റ്റുഡൻറ്റിനെയും എങ്ങനെ നടത്തിക്കണം എന്ന് ടീച്ചറിനറിയാം. കുട്ടികൾ ഇതിൽ സംശയം കൊണ്ടുവരുവാൻ പാടില്ല. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഏകാന്തതയിൽ ഇരുന്ന് സ്വയം തന്നോട് സംസാരിക്കണം. ആത്മാവിൽ കയറിയ തുരുമ്പിനെ മാറ്റുന്നതിനായി ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കണം. ഒരു കാര്യത്തിലും സംശയം ഉയർത്തരുത്. ഈർഷ്യ പാടില്ല. ആന്തരിക സന്തോഷത്തിലിരിക്കണം. തൻ്റെ ഗുപ്ത സർവീസ് ചെയ്യണം. വരദാനം: സേവനം ചെയ്യുമ്പോഴും ഉപരാമ സ്ഥിതിയിൽ ഇരിക്കുന്ന യോഗയുക്തവും യുക്തിയുക്തവുമായ സേവാധാരിയായി ഭവിക്കട്ടെ. ആരാണോ യോഗയുക്തവും യുക്തിയുക്തവുമായ സേവാധാരി, അവർ സേവനം ചെയ്യുമ്പോഴും സദാ ഉപരാമമായിരിക്കുന്നു. സേവനം കൂടുതലാണ്, അതിനാൽ അശരീരിയാകുവാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയാകരുത്. എന്നാൽ ഓർമ്മയുണ്ടായിരിക്കണം, എൻ്റെ സേവനമല്ല, ബാബ നൽകിയതാണ്. അപ്പോൾ ബന്ധനരഹിതമായിരിക്കും. ട്രസ്റ്റിയാണ്, ബന്ധനമുക്തമാണ്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യൂ. അതിയുടെ സമയത്ത് അന്തിമത്തിലെ സ്റ്റേജ് കർമാതീത അവസ്ഥയുടെ അഭ്യാസം ചെയ്യൂ. ഏതുപോലെ ഇടയ്ക്കിടയ്ക്ക് സങ്കല്പങ്ങളുടെ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നു, അതുപോലെ അതിയുടെ സമയത്ത് അന്തിമത്തിൻ്റെ സ്റ്റേജിൻ്റെ അനുഭവം ചെയ്യൂ. അപ്പോൾ അന്തിമ സമയത്ത് പാസ് വിത്ത് ഓണർ ആകുവാൻ സാധിക്കും. സ്ലോഗൻ: ശുഭഭാവന കാരണത്തെ നിവാരണത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നു. ഓം ശാന്തി. മസ്തകമധ്യത്തിൽ ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ തിളങ്ങുന്ന എൻ്റെ ആത്മനക്ഷത്രത്തിൽ നിന്നും തേജസ്വി കിരണങ്ങൾ നാനാഭാഗത്തേക്കും വ്യാപിക്കുകയാണ്. ഈ ദേഹി അഭിമാനി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യവേ ഞാൻ ബാബ് ദാദയുടെ മധുരമായ സാന്നിധ്യം അനുഭവിക്കുന്നു. എൻ്റെ ദിവ്യ നേത്രത്തിലൂടെ ബാബ് ദാദയെ ഞാൻ സ്പഷ്ടമായി മുന്നിൽ കാണുകയാണ്. ബാബ് ദാദയിൽ നിന്നും എൻ്റെ നേർക്ക് വരുന്ന പവിത്ര സ്നേഹത്തിൻ്റെ ദൃഷ്ടി എന്നെ സമ്പന്നവും സന്തുഷ്ടവും ആക്കുകയാണ്.
ബാഗ്ദാദിയുടെ വരദാനി ഹസ്തം ഞാൻ എൻ്റെ ശിരസിൽ അനുഭവിക്കുകയാണ്. ബാഗ്ദാദിയുടെ ഹസ്തത്തിൽ നിന്നും ശക്തികളുടെ വൈബ്രേഷൻസ് എന്നിൽ ഉൾക്കൊള്ളപ്പെടുന്നു. ഈ ശക്തിശാലി സ്ഥിതി അനുഭവിക്കവേ ഒരു സെക്കൻഡിൽ എൻ്റെ ദിവ്യബുദ്ധിയിലൂടെ ഞാൻ പരമധാമത്തിൽ എത്തിച്ചേരുകയാണ്. ഈ വിദേഹ്യാവസ്ഥയിൽ സ്ഥിതി ചെയ്യവേ പരമധാമത്തിൽ മധുരമായ ബാബയുടെ ദിവ്യ തേജസ്വി സ്വരൂപം എൻ്റെ ദിവ്യ നേത്രത്തിലൂടെ ഞാൻ കാണുകയാണ്. ആ മഹാശക്തിയുടെ ദിവ്യ സാന്നിധ്യം എൻ്റെ ദിവ്യബുദ്ധിയിലൂടെ ഞാൻ അനുഭവിക്കുന്നു. സർവശക്തിവാനായ ശിവബാബ എന്നിലേക്ക് തൻ്റെ സർവശക്തികളും വർഷിക്കുകയാണ്. പരമാത്മാ ശക്തികളുടെ തേജസ്വി കിരണങ്ങൾ എന്നെ സർവശക്തി സ്വരൂപമാക്കി മാറ്റുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിലിരുന്നു കൊണ്ട് ഞാൻ മുഴുവൻ ലോകത്തിലെ ആത്മാക്കൾക്കും പ്രകൃതിക്കും സദോ പ്രധാനതയുടെ ഈശ്വരീയ ശക്തി പകർന്നു നൽകുകയാണ്. സർവ ആത്മാക്കളിലും പ്രകൃതിയിലും സദോ പ്രധാന അവസ്ഥ എമർജ് ആകട്ടെ.